ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ 2 വീഡിയോസിൽ നമ്മൾ പഠിച്ചത് സെർച്ചിങ് മെത്തേഡ്സ് ആണ്. ഇനിയുള്ള 2 വീഡിയോയിൽ, ഈ വീഡിയോയിലും അടുത്ത വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോർട്ടിംഗ് മെത്തേഡ്സ് ആണ്. സോർട്ടിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് അറേ നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കും. അത് റാൻഡമായിട്ടായിരിക്കും എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ ഒരു അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ സോർട്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും പ്രോഗ്രാം നമുക്ക് തരുന്നത്. അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പേഴ്സിനെ സോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അൽഗോരിതം അല്ലെങ്കിൽ ആ പ്രോഗ്രാമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് 2 മെത്തേഡ് നമ്മൾക്ക് സിലബസിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ബബിൾ സോർട്ട് മെത്തേഡും സെലക്ഷൻ സോർട്ട് മെത്തേഡും. ഇത് രണ്ടാണ്, ഈ 2 സോർട്ടിംഗ് മെത്തേഡ്സാണ് സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സോർട്ട് ചെയ്യാനായിട്ട്. അതായത് നമ്മളൊരു കുറച്ച് സെറ്റ് ഓഫ് നമ്പേഴ്സിനെ റാൻഡമായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കും. അതിനെ ഒന്നുകിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ നമുക്കിത് ഡിസൈഡ് ചെയ്യാം. ഒന്നുകിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ, ആ ഓർഡറിൽ സോർട്ട് ചെയ്ത ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. അതിനുവേണ്ടിയാണ് ഈ സോർട്ടിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ വീഡിയോയിൽ ബബിൾ സോർട്ട് മെത്തേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ബബിൾ സോർട്ട് മെത്തേഡ് ഉപയോഗിച്ച് ഒരു പർട്ടിക്കുലർ ഓർഡറിൽ, ഒന്നെങ്കിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ്, ആ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന അറേ എലമെൻസിനെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം കാണാതെ എഴുതാനായിട്ടായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അൽഗോരിതം നമുക്ക് പഠിക്കണമെന്നാണ്, പക്ഷേ അൽഗോരിതത്തിനേക്കാളും ഇമ്പോർട്ടൻസ് പ്രോഗ്രാമിനാണ്. പ്രോഗ്രാം അതുപോലെ തന്നെ നമുക്ക് കാണാതെ പഠിച്ചുകൊണ്ട് പോയാൽ ഏകദേശം ആ സെയിം പ്രോഗ്രാം തന്നെ നമുക്ക് എഴുതി വയ്ക്കാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് ഈ ബബിൾ സോർട്ടിൻ്റെ അൽഗോരിതം അല്ലെങ്കിൽ ലോജിക്ക് എന്ത് ലോജിക്ക് ബേസ് ചെയ്താണ് ഈ സോർട്ടിങ് നടക്കുന്നത് എന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുക. അതാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ലോജിക്ക്, അതിൻ്റെ അൽഗോരിതമാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഈ ലോജിക്കിനെയാണ് പിന്നെ നമ്മൾ പ്രോഗ്രാമായിട്ട് മാറ്റുന്നത്. അപ്പോൾ ലോജിക്കാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ലോജിക്ക് കാര്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ പ്രോഗ്രാം നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പം നോക്കുക, ഞാനിങ്ങനെ കുറച്ച് റാൻഡം നമ്പേഴ്സ് ഇങ്ങനെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. ഞാനിവിടെ ആക്ച്വലി ഒരു ഡിസെൻഡിങ് ഓർഡറിലുള്ള സെറ്റ് ഓഫ് നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, 987654. അതിനെ എനിക്ക് അസെൻഡിങ് ഓർഡറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് ഇങ്ങനെ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിപ്പം അസെൻഡിങ് ഓർഡറിലാക്കിയിട്ടുള്ള, നമ്മൾ ഈ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടായിട്ട് അസെൻഡിങ് ഓർഡർ, അതായത് ഇൻക്രീസിങ് ഓർഡറിലാക്കിയിട്ടുള്ള അങ്ങനെ സോർട്ട് ചെയ്ത ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 987654 എന്ന് എൻ്റർ ചെയ്ത് കൊടുത്താൽ ഔട്ട്പുട്ടായിട്ട് 456789, അതായത് അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് ഡിസെൻഡിങ് ഓർഡറാണ്. നിങ്ങൾ ജസ്റ്റ് റാൻഡം നമ്പറായിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇത് കുറച്ചും കൂടി, ഈ എക്സാമ്പിൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഡിസെൻഡിങ് ഓർഡറിൽ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഡിസെൻഡിങ് ഓർഡർ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന അതിനെ ഫുള്ള് സോർട്ട് ചെയ്ത് അസെൻഡിങ് ഓർഡറിലാക്കി തരും. അങ്ങനെ ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ ഡിസെൻഡിങ് ഓർഡർ അല്ലാതെ എന്തെങ്കിലും റാൻഡമൈസ് ആയിട്ടുള്ള ഓർഡറിലായിട്ടായിരിക്കും നമ്മൾ ഇൻപുട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതിനെ കറക്റ്റായിട്ട് സോർട്ട് ചെയ്ത് അസെൻഡിങ് ഓർഡറിലാക്കി തരുന്ന ഒരു ലോജിക്കാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇതിനെ ഡിസെൻഡിങ് ഓർഡറിലാക്കുന്നത്, ഇതിപ്പോൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് റാൻഡം നമ്പർ ആണെന്ന് കരുതുക. അതിനെ ഡിസെൻഡിങ് ഓർഡറിലാക്കാനും പ്രോഗ്രാമിന് വലിയ വ്യത്യാസം വരുന്നില്ല. അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ നമുക്ക് ഔട്ട്പുട്ടിനെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇവിടെ ഇപ്പം നാം പ്രോഗ്രാം ലോജിക്ക് കാണിക്കുന്നതെല്ലാം അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം എഴുതിയിട്ട് അതിൻ്റെ കൂടെ ഞാൻ കാണിക്കാം ഡിസെൻഡിങ് ഓർഡറിലാണ് ഔട്ട്പുട്ട് കിട്ടേണ്ടതെങ്കിൽ എന്ത് മാറ്റമാണ്, എന്ത് ചേഞ്ചാണ് പ്രോഗ്രാമിൽ വരുത്തേണ്ടത് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആക്ച്വലി നമ്മൾ അസെൻഡിങ് ഓർഡറിൽ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു ലോജിക്കാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 987654 എന്ന നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും ഓരോ പെയറായിട്ട് നമ്പേഴ്സിനെ എടുത്താണ് ഇവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2 നമ്പറിനെയാണ് ഒരു പെയർ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ പെയറായിട്ട് എടുക്കും. നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ ഔട്ട്പുട്ട് ഇത് നോക്കുക. ഈ ഔട്ട്പുട്ടിൽ നമ്മളിവിടെ പെയർ, ഓരോ സെറ്റ് ഓഫ് പെയർ എടുക്കപ്പോഴും ഇപ്പോൾ 45 ഒരു പെയറാണ്, 56 ഒരു പെയറാണ്, 67 ഒരു പെയറാണ്, 78 ഒരു പെയറാണ്, 89 ഒരു പെയറാണ്. അപ്പോൾ ഈ പെയർ എന്ന് പറഞ്ഞാൽ 2 നമ്പർ കാണും. അതിലൊരു നമ്പർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ എന്ന് നമുക്ക് പറയാം, റൈറ്റ് സൈഡിൽ വരുന്ന നമ്പറിന് രണ്ടാമത്തെ നമ്പർ എന്ന് പറയാം. ഇപ്പോൾ 56 എന്ന പെയർ എടുക്കുക. അതിൽ ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 5, രണ്ടാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 6. ഇപ്പോൾ 78 എന്ന പെയർ എടുക്കുക. അതിൽ ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 7, രണ്ടാമത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 8. അങ്ങനെ നമുക്ക് പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അസെൻഡിങ് ഓർഡറിലാണ് സെറ്റ് ഓഫ് നമ്പേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൽ ഓരോ പെയർ എടുത്താലും, ഏത് പെയർ എടുത്താലും അതിൽ ആദ്യത്തെ നമ്പർ ചെറുതും രണ്ടാമത്തെ നമ്പർ വലുതുമായിരിക്കും. ഇപ്പോൾ 78 എടുക്കുക. അതിൽ ആദ്യത്തെ നമ്പർ ചെറുത്, രണ്ടാമത്തെ നമ്പർ വലുതാണ്. ഇപ്പോൾ 89 എടുക്കുക. അതിൽ ആദ്യത്തെ നമ്പർ ചെറുത്, രണ്ടാമത്തെ നമ്പർ വലുതുമാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാമല്ലോ. കാരണം നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് ഈ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പെയർ എടുക്കപ്പം
ആദ്യത്തെ നമ്പർ എന്തായാലും ചെറുതായിരിക്കും, രണ്ടാമത്തെ നമ്പർ എന്തായാലും വലുതായിരിക്കും. അതുകൊണ്ടാണ് അതിന് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മളിവിടെ അറേഞ്ച്മെൻറ്റ് നടത്തുന്നത്. ഇങ്ങനെ നമ്മൾ ബേസിക്കായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ പെയർ എടുക്കും. അങ്ങനെ പെയർ എടുത്തിട്ട് ആദ്യത്തെ നമ്പർ ചെറുത് രണ്ടാമത്തെ നമ്പർ വലുതും ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ അല്ല എങ്കിൽ അതിനെ ആ നമ്പേഴ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്യും. ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴേക്കും അത് കറക്റ്റ് ആവുമല്ലോ, ആദ്യത്തെ നമ്പർ ചെറുതും രണ്ടാമത്തെ നമ്പർ വലുതുമായിക്കോളും. അങ്ങനെ ഈ കറക്റ്റ് ഓർഡറിൽ അസെൻഡിങ് ഓർഡറിൽ വരാത്ത പെയറാണെങ്കിൽ ആ നമ്പേഴ്സിനെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുക എന്ന ഒരു സെറ്റപ്പ് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. അതാണ് ആക്ച്വലി നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കാം, ഞാൻ ഇങ്ങനൊരു നമ്പറാണ് ആദ്യം നമുക്ക് ഇൻപുട്ടായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പേരെടുക്കുക 9ഉം 8ഉം എന്നതാണ് ആദ്യത്തെ പേര്. നമ്മളിവിടെ നോക്കുമ്പോൾ അറിയാം ആദ്യത്തെ നമ്പർ വലുതും രണ്ടാമത്തെ നമ്പർ ചെറുതുമാണ്. നമുക്ക് ആക്ച്വലി അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല വരേണ്ടത്. അസെൻഡിങ് ഓർഡർ ആണ് എങ്കിൽ ആദ്യത്തെ നമ്പർ ചെറുതും രണ്ടാമത്തെ നമ്പർ വലുതുമാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ നേരെ തിരിഞ്ഞു പോയി, ആദ്യത്തെ നമ്പർ വലുതും രണ്ടാമത്തെ നമ്പർ ചെറുതുമായി പോയി. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ നമ്പേഴ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക, അതിൻ്റെ പൊസിഷൻസിനെ ഇൻ്റർചേഞ്ച് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ അറേ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ 9ഉം 8ഉം കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴേക്കും 8 9 എന്നാവും. അപ്പോൾ 8 9 കറക്റ്റാണല്ലോ, ആദ്യത്തെ നമ്പർ ചെറുത് രണ്ടാമത്തെ നമ്പർ വലുതുമായി. അപ്പോൾ 8 9 എന്നുള്ളത് കറക്റ്റായി. ഇനി അടുത്തത് നമ്മൾ അടുത്ത പേർ ഈ ഇപ്പം ഉണ്ടായ ആ ഒരു അറേ എലമെൻസിനെ വെച്ച് തന്നെ അടുത്ത പേർ എടുക്കുക. അത് അടുത്ത പേരെന്ന് പറഞ്ഞാൽ 9 7 ആണ് അടുത്ത പേര്. അതും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും ആദ്യത്തെ നമ്പർ വലുതും രണ്ടാമത്തെ നമ്പർ ചെറുതുമായി പോയി. അങ്ങനെ എല്ലാ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ വരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ ഇങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ അടുത്ത അറേഞ്ച്മെൻറ്റ് കിട്ടും. ഇവിടെ എന്ന് പറയുന്നത് ഈ നമ്പേഴ്സിനെ ഈ 9 7 നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത രൂപമാണ് അതാ ഇവിടെ കാണുന്നത് 7 9 ഇവിടെ 8 എന്നുള്ളത് ഇവിടെ ഇൻ്റർചേഞ്ച് ചെയ്ത 8 ഇവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ ഈ നമ്പേഴ്സ് ഇൻ്റർചേഞ്ച് ചെയ്ത് 7 9 ഇനി അടുത്ത പേർ എടുക്കുക, 9 6 എന്ന പേർ എടുക്കുക. അതിനെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രൂപം കിട്ടും 6 9 എന്നാൽ. ഇനി അടുത്ത പേർ എടുക്കുക 9 5, അതിനെ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ 9 5 എന്ന് പറഞ്ഞാൽ ആക്ച്വലി അസെൻഡിങ് ഓർഡർ ആണ് എങ്കിൽ ആദ്യത്തെ നമ്പർ ചെറുതും രണ്ടാമത്തെ നമ്പർ വലുതുമായിരിക്കണമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല വന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും അതിനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. 9 5 എന്നുള്ളത് 5 9 ബാക്കിയുള്ള എലമെൻറ്റ്സ് ഇതുപോലെ തന്നെ. അങ്ങനെ നമ്മൾ ഓരോ പെയറായിട്ട് എടുത്ത് ആദ്യത്തെ നമ്പർ ചെറുത് രണ്ടാമത്തെ നമ്പർ വലുതുമാണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ആദ്യത്തെ നമ്പർ ചെറുതും രണ്ടാമത്തെ നമ്പർ വലുതുമാണ് എങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം ആദ്യത്തെ നമ്പർ വലുതും രണ്ടാമത്തെ നമ്പർ ചെറുതുമാണ് എങ്കിലാണ് നമ്മൾ ഈ ഇൻ്റർചേഞ്ച് എന്ന് പറയുന്ന ആ സംഭവം ചെയ്യുന്നത്. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്ത് അവസാനത്തെ എൻഡ് വരെ എത്തും. അവസാനത്തെ എൻഡ് വരെ എത്തിയതാ ഇവിടെ 9 4 വന്നു. അപ്പോൾ അതിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് 4 9 ആക്കി. അങ്ങനെ ഫുൾ ഇൻ്റർചേഞ്ച് ചെയ്ത് അവസാനത്തെ എലമെൻറ്റ് വരെ എത്തി. ഇങ്ങനെ ചെയ്ത് അവസാനത്തെ എലമെൻറ്റ് വരെ എത്തിയപ്പോൾ ഉണ്ടായ സംഭവം എന്തെന്ന് വെച്ചാൽ ഈ തന്നിട്ടുള്ള അറേയിൽ ഏറ്റവും വലിയ എലമെൻറ്റ് ഏതാണോ അതിന് റൈറ്റ് എൻഡിലോട്ട് പോയി. തന്നിട്ടുള്ള ഇൻപുട്ട് എലമെൻറ്റ്സിൽ ഏറ്റവും വലിയ എലമെൻറ്റ് ഏതാണോ അത് ഏറ്റവും അവസാനത്തെ എലമെൻറ്റ് ഏറ്റവും റൈറ്റ് എൻഡിലോട്ട് പോയി. അതായത് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഏറ്റവും വലിയ എലമെൻറ്റ് ഏതാണോ അത് അവസാനത്തെ എലമെൻറ്റിലോട്ട് പോയി. അതാണ് നമ്മുടെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ. ഇത് ആദ്യത്തെ എലമെൻറ്റ്. ഇത് കമ്പാരിസൺ ഓരോ പെയറായിട്ട് എടുത്തെടുത്ത് ഇപ്പോഴത്തെ റൈറ്റ് എൻഡിൽ വരെ എത്തപ്പോഴേക്കും ഒരു റൗണ്ട് കഴിഞ്ഞു എന്ന് പറയാം. ഇനി നമ്മൾ ഈ ഒരു സെറ്റ് അറേസിനെ ബേസ് ചെയ്താണ് നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് കിടക്കുന്നത്. അടുത്ത റൗണ്ടിലോട്ട് നമ്മൾ ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ ഈ ഓർഡറിലുള്ള നമ്പേഴ്സിനെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അടുത്ത റൗണ്ടിലോട്ട് പോകാം. അടുത്ത റൗണ്ട് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ സെറ്റ് ഓഫ് നമ്പേഴ്സാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അവിടെ വീണ്ടും ആദ്യം മുതൽ തുടങ്ങുക. ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള പേർ എടുക്കുക. 8ഉം 7ഉം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി. ഇനി അടുത്ത ഈ 8ഉം 6ഉം കൂടെ കമ്പയർ ചെയ്യുക. ആ പേർ എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഇൻ്റർചേഞ്ച് ചെയ്യണം. അതും ഇൻ്റർചേഞ്ച് ചെയ്താൽ ഇവിടെ എഴുതി 8 6 എന്നുള്ളത് 6 8 ആയി. ഇനി അടുത്ത വീണ്ടും 8ഉം 5ഉം കൂടെ ചെക്ക് ചെയ്യുക, കമ്പയർ ചെയ്യുക. അപ്പോൾ അവിടെ ഇൻ്റർചേഞ്ച് ചെയ്യണം. അവിടെ ഇൻ്റർചേഞ്ച് ചെയ്തു. 8 5 എന്നുള്ളത് 5 8 ആക്കി. ഇനി അടുത്ത പേർ 8 4ഉം കൂടെ കമ്പയർ ചെയ്യുക. അവിടെ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യണം. അങ്ങനെ 8 4 എന്നുള്ളത് 4 8 ആക്കി. ഇനി അടുത്ത വീണ്ടും അവിടുത്തെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുക. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ കമ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. 8 9 എന്നുള്ളത് അങ്ങനെ തന്നെയാണ്. അപ്പം രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും ഇവിടെ അതായത് രണ്ടാമത്തെ വലിയ നമ്പർ ഏതാണോ അത് റൈറ്റ് എൻഡിൽ നിന്ന് രണ്ടാമത്തെ പൊസിഷനിലോട്ട് എത്തിക്കഴിഞ്ഞു. അങ്ങനെ അപ്പോഴത്തേക്കും രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞു. ഇനി അടുത്ത മൂന്നാമത്തെ റൗണ്ടിലോട്ട് പോകുമ്പം ഈ സെറ്റ് ഓഫ് അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വീണ്ടും അതിനെ ഓർഡർ ചെയ്യാനായിട്ട്, സോർട്ട് ചെയ്യാനായിട്ട്. ഇവിടെ വീണ്ടും ആദ്യം മുതൽ തുടങ്ങുകയാണ്. ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്യുക. ഇവിടെ ഇൻ്റർചേഞ്ച് ചെയ്യണം. കാരണം ആദ്യത്തെ നമ്പർ വലുത്, രണ്ടാമത്തെ നമ്പർ ചെറുതുമായി പോയി. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വരേണ്ടത്. അപ്പം ഇവിടെ ഇതിനെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 7 6 എന്നുള്ളത് 6 7 ആകുന്നു. ഇനി അടുത്ത പേർ എടുക്കാം. 7 5 തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അതിനെ ഇൻ്റർചേഞ്ച് ചെയ്യണം. അതിനെ ഇൻ്റർചേഞ്ച് ചെയ്താൽ
എന്നിട്ട് അടുത്ത പെയർ എടുക്കുക, അതിനെ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതി. ഇനി അടുത്ത ഈ 7, 8 എന്നുള്ള ആ പെയറിനെ കമ്പയർ ചെയ്യുക. അവിടെ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആദ്യത്തെ നമ്പർ ചെറുതും രണ്ടാമത്തെ നമ്പർ വലുതുമാണ്. അതായത് അസെൻഡിങ് ഓർഡറിലാണ് ഈ ഒരു പെയർ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, ഒന്നും ചെയ്യേണ്ട. അടുത്ത പെയർ എടുക്കുക, 8, 9 എന്ന് കമ്പയർ ചെയ്യുക, അതും കുഴപ്പമില്ല. അപ്പം ഈ മൂന്നാമത്തെ റൗണ്ട് എത്തിയപ്പോഴേക്കും, അതായത് ഇപ്പുറത്തെ എൻഡ് വരെ ഈ പെയർ ഇങ്ങനെ കമ്പയർ ചെയ്ത് അവസാനത്തെ എലമെൻറ്റ് വരെ എത്തി. അപ്പോഴാണ് മൂന്നാമത്തെ റൗണ്ട് കഴിയുന്നത്. മൂന്നാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും സംഭവിച്ചത്, ഏറ്റവും വലിയ മൂന്നാമത്തെ എലമെൻറ്റ് ഏതാണോ അത് ഈ റൈറ്റ് എൻഡിൽ നിന്ന് മൂന്നാമത്തെ എൻഡിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഈ അവസ്ഥ റൈറ്റ് എൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഓരോ അറേഞ്ച് ചെയ്ത് വരുന്നു. ഇപ്പോൾ ഇങ്ങനെ നാലാമത്തെ റൗണ്ട്, അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യുന്നു. 6, 5 ആണ് വന്നത്, അതിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് 5, 6 എന്ന് എഴുതി. അടുത്ത പെയർ എടുക്കുക, 6, 4 എടുക്കുക, അതിനെ ഇൻ്റർചേഞ്ച് ചെയ്ത് 4, 6 എന്ന് എഴുതി. പിന്നെ ബാക്കിയുള്ള ആൾറെഡി അറേഞ്ച്ഡ് ആണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. 4th റൗണ്ട് കഴിഞ്ഞ് അടുത്ത 5th റൗണ്ട്. 5th റൗണ്ടിൽ അത് ആദ്യത്തെ 2 എലമെൻറ്റ്സ് അത് മാത്രം ഇൻ്റർചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. 5, 4 എന്നുള്ളത് അത് ഇൻ്റർചേഞ്ച് ചെയ്ത് 4, 5 ആക്കി. അപ്പം പിന്നെ ബാക്കിയുള്ള എല്ലാം ആൾറെഡി അറേഞ്ച്ഡ് ആണ്. അപ്പോൾ ഇവിടെ ഇത്രയും 5 റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും ആ എലമെൻറ്റ്സ് എല്ലാം അസെൻഡിങ് ഓർഡറിലോട്ട് അറേഞ്ച് ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഏത് പെയർ എടുത്ത് നോക്കിയാലും 4, 5, 5, 6, 6, 7, 7, 8, 8, 9 ഏത് പെയർ എടുത്താലും ആദ്യത്തെ എലമെൻറ്റ് വലുതും രണ്ടാമത്തെ എലമെൻറ്റ് ചെറുതുമായിരിക്കും. ആദ്യത്തെ എലമെൻറ്റ് ചെറുതും രണ്ടാമത്തെ എലമെൻറ്റ് വലുതുമായിരിക്കും. അതാണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. ആ ഓർഡറിലോട്ട് എത്തിക്കഴിഞ്ഞു. അങ്ങനെ 5 റൗണ്ട് എടുത്താണ് ഈ 6 എലമെൻറ്റ്സ് ഉള്ള അറേയുടെ എലമെൻറ്റ്സിനെ നമ്മൾ സോർട്ട് ചെയ്തത്, അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്തത്. അപ്പോൾ ശ്രദ്ധിക്കുക, 6 എലമെൻറ്റ്സ് ആണ് ഈ അറേയിലുള്ളത്. ആ 6 എലമെൻറ്റ്സിനെ സോർട്ട് ചെയ്യാനായിട്ട് 5 റൗണ്ട് വേണ്ടി വന്നു, അല്ലെങ്കിൽ 5 സ്റ്റെപ്പ് എന്നോ അല്ലെങ്കിൽ 5 ടേൺ എന്നോ എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ 5 റൗണ്ട് നമുക്ക് വേണ്ടി വന്നു 6 എലമെൻറ്റ്സ് ഉള്ള അറേ അറേഞ്ച് ചെയ്യാനായിട്ട്. അതായത് എത്ര എലമെൻറ്റ്സ് ഉണ്ടോ -1 അത്രയും റൗണ്ട് വേണ്ടി വരും ഈ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്യാനായിട്ട്. സപ്പോസ് ഇപ്പോൾ 10 എലമെൻറ്റ്സ് ഉള്ള ഒരു അറേ ആണെങ്കിൽ അതിനെ കറക്റ്റായിട്ട് സോർട്ട് ചെയ്യാനായിട്ട് എത്ര റൗണ്ട് വേണ്ടി വരും? 10 - 1 9 റൗണ്ട് വേണ്ടി വരും. അപ്പോൾ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത് -1 അത്രയും അത്ര റൗണ്ട് സ്റ്റേജസ് ഇതിനുണ്ടായിരിക്കും എല്ലാ നമ്പേഴ്സിനെയും സോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ലോജിക് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോഗ്രാം എഴുതാൻ പോകുന്നത്. ഇനി ഒരു പോയിൻറ്റും കൂടെ ശ്രദ്ധിക്കുക. നമ്മളിവിടെ കമ്പയർ ചെയ്യാന്ന് പറഞ്ഞു, ഈ ആദ്യത്തെ എലമെൻറ്റും രണ്ടാമത്തെ എലമെൻറ്റും കൂടെ കമ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇത് നമ്മൾ പ്രോഗ്രാമിൽ എഴുതുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ എലമെൻറ്റ് നമ്മളിവിടെ ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ടാണ് എല്ലാ എലമെൻറ്റ്സും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ 6 എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് പൊസിഷൻ 0 to 5 ആണ്, അറിയാമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ആദ്യത്തെ ഇൻഡെക്സ് പൊസിഷൻ 0 ആണല്ലോ, അതിൻ്റെ കൂടെ ഈ രണ്ടാമത്തെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 0 + 1, ആ 0യും +1ഉം കൂടെയുള്ള 2 നമ്പേഴ്സിനാണ് നമ്മൾ പെയറായിട്ട് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻഡെക്സ് പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് i എന്ന വാല്യൂ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ i അല്ലെങ്കിൽ j, നമ്മുടെ പ്രോഗ്രാമിൽ കാണുമ്പോൾ മനസ്സിലാവും, i അല്ലെങ്കിൽ j. ഇവിടെ ഇപ്പം നമ്മൾ j എന്ന വേരിയബിൾ ഉപയോഗിച്ചാണ് നമ്മൾ ആ ഇൻഡെക്സ് പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഓരോ പെയർ എടുക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ jയും j+1ഉം, j എന്ന പൊസിഷനിൽ വരുന്ന നമ്പരും j+1 എന്ന പൊസിഷനിൽ വരുന്ന നമ്പരും തമ്മിലാണ് ഇങ്ങനെ പെയർ കമ്പാരിസൺ വരുന്നത്. ഇവിടെ ഇപ്പം ജെയുടെ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പം ജെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0യിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. 0യും +1 1ഉം, അത് ജെയും j+1ഉം ആ 2 പൊസിഷനിൽ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പെയർ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജെയുടെ വാല്യൂ 0 ആയിരിക്കും, അതായത് പൊസിഷനിൽ വരുന്നത് ജെയും j+1ഉം എന്നീ 2 പൊസിഷനിൽ വരുന്ന നമ്പേഴ്സിനായിരിക്കും പെയർ ആയിട്ട് എടുക്കുന്നത്, അതായത് 0യും 1ഉം. അങ്ങനെ പെയർ ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, 1 യൂണിറ്റ് വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു പെയർ കഴിയുമ്പോഴേക്കും ഇങ്ങനെ ഈ ഒരു സെറ്റ് ഒരു പെയർ കഴിയുമ്പോഴേക്കും അടുത്ത ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു. ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 0യിൽ നിന്ന് 1 ആക്കി. അപ്പം അടുത്ത പെയർ എങ്ങനെ എടുക്കുകയെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെയുടെ വാല്യൂ 1ലാണ് നിൽക്കുന്നത്. കമ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ജെ എന്ന് പറയുന്ന ടേമും j+1 എന്ന പൊസിഷനിൽ വരുന്ന ടേമും, ഈ 2 ടേമും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം ജെയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആയി മാറി, ഇൻഡെക്സ് പൊസിഷൻ 1 ആയി മാറി. ആ ജെയും j+1 എന്ന് പറയുമ്പം 2 ആവും. അങ്ങനെ ഇൻഡെക്സ് പൊസിഷൻ 1ഉം 2ഉം തമ്മിലുള്ള പൊസിഷനിൽ വരുന്ന വാല്യൂസ് തമ്മിലായിരിക്കും കമ്പയർ ചെയ്യുന്നത്. അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് 1ൽ നിന്ന് 2 ആക്കും. അതായത് പിന്നെ നമ്മൾ കമ്പയർ ചെയ്യുന്ന ജെയും j+1, അതായത് 2ഉം +1 3യും, അങ്ങനെ 2 എന്ന ഇൻഡെക്സ് പൊസിഷൻ 3 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന നമ്പേഴ്സിനായിരുന്നു നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളിവിടെ കമ്പാരിസൺ നടക്കുന്നത്. ജെ എന്ന് പറയുന്ന ടേമും j+1 എന്ന് പറയുന്ന ടേമും തമ്മിലായിരിക്കും നമ്മളിങ്ങനെ പെയറായിട്ടെടുത്ത് കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ കമ്പയർ ചെയ്ത് ഇപ്പോഴത്തെ എൻഡ് വരെ എത്തും. ഇപ്പോഴത്തെ എൻഡ് വരെ എത്തുക എന്ന് പറഞ്ഞാൽ ജെയുടെ വാല്യൂ എത്ര വരെ എത്തും? ഇവിടെ ജെയുടെ വാല്യൂ ഇവിടെ 0 ആയിരുന്നു, 0 1 2 3 4, ജെയുടെ വാല്യൂ 4 വരെ വന്നോളൂ. ജെയുടെ വാല്യൂ 5 വരാൻ പാടില്ല, കാരണം 4ഉം 4+1, അതായത് ജെയുടെ വാല്യൂ പെയർ എടുക്കുക എന്ന് പറഞ്ഞാൽ ജെയും j+1ഉം ആണ്. ജെയുടെ വാല്യൂ 4ഉം അതിൻ്റെ കൂടെ +1 ചെയ്യുമ്പം 5ഉം.
അങ്ങനെ ആ രണ്ട് നമ്പർ 4ഉം 5ഉം തമ്മിലാണ് കമ്പാരിസൺ നടത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ജെയുടെ വാല്യൂ പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്യുകയാണ്, ജെയുടെ വാല്യൂ 5 എന്ന് വരും. ജെയുടെ വാല്യൂ 5 എന്ന് പറഞ്ഞാൽ ജെയും J+1 5ഉം പിന്നെ 6th ഇൻഡെക്സ് പൊസിഷനുള്ള നമ്പർ എന്ന് പറയുമ്പോൾ ആ ഒരു നമ്പർ ഇല്ല. അപ്പോൾ അതായത് നമ്മൾ എവിടെ വെച്ച് നിർത്തണമെന്ന് പറഞ്ഞാൽ J-1 എവിടെയാണോ വരുന്നത് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. J-1 എന്ന് പറഞ്ഞാൽ N-1 എവിടെയാണോ വരുന്നത്, ജെയുടെ വാല്യൂ N-1 എപ്പോഴാണോ വരുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 6 ആണ്. മൊത്തം 6 നമ്പേഴ്സ് ഉണ്ടല്ലോ, 6 6 - 1 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയും. അപ്പം എങ്ങനെ ആയിരുന്നാലും ജെയുടെ വാല്യൂ <5 ആയിരിക്കണം. അതാണ് ഞാനിവിടെ 4 എന്ന് പറഞ്ഞത്. ഇവിടെ ജെയുടെ വാല്യൂ 4 ആണ്. 4ഉം J+1 ആയ 5ഉം തമ്മിലാണ് കമ്പയർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ജെയുടെ വാല്യൂ പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്ത് 5 ആക്കിയാൽ പിന്നെ പെയർ എടുക്കാനായിട്ട് അഡീഷണൽ നമ്പർ നമുക്കില്ല. അപ്പം അതായത് ഇവിടെ വെച്ച് എങ്ങനെയാണ് ഈ എൻ്റെ എത്തി എന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ N-1 എന്ന ഒരു കണ്ടീഷൻ വെച്ചിട്ടായിരിക്കും ജെയുടെ വാല്യൂ എപ്പോഴും N-1 കുറഞ്ഞിരിക്കണം. N-1 വരാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ N എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 - 1 എന്ന് പറഞ്ഞാൽ 5. ആ 5 തന്നെ വരാൻ പാടില്ല, <5 ആയിരിക്കണം ജെയുടെ വാല്യൂ. അപ്പോൾ മാത്രമേ ഈ ഒരു പെയർ കമ്പാരിസൺ നടത്തിക്കൊണ്ട് പോകാവൂ. എപ്പോഴാണോ ജെയുടെ വാല്യൂ N-1 കൂടുന്നത്, അതായത് 5ഓ അതിൽ കൂടുതലോ ആവുന്ന അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ലോജിക്കും കൂടി ഉപയോഗിച്ചാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അങ്ങനെ ഈ ഇപ്പുറത്തെ എൻഡ് വരെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത റൗണ്ടിലോട്ട് പോകണം. അടുത്ത റൗണ്ടിലോട്ട് പോകുകയെന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. നമ്മൾ പ്രോഗ്രാം ആ ഒരു രീതിയിലാണ് എഴുതുന്നത്. ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുക, വീണ്ടും ജെയുടെ വാല്യൂ 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ജെയും J+1 എന്നീ രണ്ട് ടേംസിനായിരിക്കും കമ്പയർ ചെയ്യുന്നത്. അതായത് ഈ 0യും 1 J+1 എന്ന് പറയുമ്പോൾ 1 ആ രണ്ട് ടേംസിനായിരിക്കും വീണ്ടും കമ്പയർ ചെയ്യുന്നത്. അതാണ് ഇവിടെ വരുന്ന കമ്പാരിസൺ വരുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. അപ്പോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് പ്രോഗ്രാം. 2 സ്ലൈഡിലായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ സ്ലൈഡിൽ കാണിച്ചിരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. മുമ്പത്തെ നമ്മൾ പ്രോഗ്രാംസിലെല്ലാം എഴുതിയ സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അത് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ആദ്യം പ്രോഗ്രാം റൺ ചെയ്യപ്പോഴുള്ള ഔട്ട്പുട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആദ്യം എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് ചോദിക്കും. എത്ര എലമെൻറ്റ്സ് ആണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മളൊരു വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ 8 എന്ന വാല്യൂ ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഉടനെ എൻ്റർ 8 നമ്പേഴ്സ്, ഇവിടെ എൻ്റർ ചെയ്ത വാല്യൂ എത്രയാണോ അത് തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. എൻ്റർ 8 നമ്പേഴ്സ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോ നമ്പറായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ ഈ ഓരോ നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എൻ്റർ കീ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ സ്പേസ് ബാർ പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അടുത്ത ഓരോ വാല്യൂ ആയിട്ട് അതങ്ങ് എടുത്തോളും. കാരണം സ്പേസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ടെർമിനേഷൻ എന്ന ആ ഒരു ഇതാണ്. ഇൻപുട്ട് ടെർമിനേറ്റ് ആയി എന്ന മീനിങ് ആണ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യപ്പോഴും പ്രസ് ചെയ്യപ്പോഴും വരുന്നത്. ഇവിടെ 5 ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് അടിക്കുക, വീണ്ടും 1 ടൈപ്പ് ചെയ്ത് സ്പേസ് അടിക്കുക, 2 അടിച്ചിട്ട് സ്പേസ് അടിക്കുക, അങ്ങനെയും ചെയ്യാം. അതല്ല എങ്കിൽ 5 ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക, അത് കഴിഞ്ഞ് 1 ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക, അത് കഴിഞ്ഞ് 2 ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഏത് രീതി വേണം നിങ്ങൾക്ക് ഉപയോഗിക്കുക. ഇവിടെ ഞാൻ സ്പേസ് ആണ് ഉപയോഗിച്ചത്. എൻ്റർ കീക്ക് വരെ സ്പേസ് ആണ് ഇവിടെ ഉപയോഗിച്ചത്. അങ്ങനെ 8 നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. 8 കൂടുതൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താലും ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കുന്ന 8 നമ്പേഴ്സ് മാത്രമേ അത് എടുക്കത്തുള്ളൂ. കാരണം 8 എന്നാണ് നമ്മളിവിടെ കൊടുത്തത്. ആ നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ സോർട്ടഡ് അറേ ഇൻ അസെൻഡിങ് ഓർഡർ ഫോളോസ് എന്നും പറഞ്ഞ് ആ അറേസ് നമ്മളിവിടെ റാൻഡം ആയിട്ടുള്ള നമ്പേഴ്സാണ് എൻ്റർ ചെയ്ത് കൊടുത്തത്. അതിനെ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത ഒരു ഔട്ട്പുട്ട് നമുക്ക് അപ്പം തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ ഇത് കണ്ടെത്തുന്നതാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബബിൾ സോർട്ട് മെത്തേഡാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ ആഷിങ്ങളോട് IO സ്ട്രീം വരും, യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് വരുന്നു, പിന്നെ ഡിസ്ക്രിപ്ഷൻ, വെറുതെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൂടെ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു, ഇൻ്റെ മെയിൻ കൊടുക്കുന്നു. ഇനിയാണ് പ്രോഗ്രാം ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ A എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ അറേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൈസ് 50 ആണ്. അതായത് മാക്സിമം 50 നമ്പേഴ്സിന് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു A എന്ന് പറയുന്ന ഒരു അറേയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പറിനെ ഈ A എന്ന് പറയുന്ന അറേയിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് ആ അറേയിൽ വെച്ചിട്ട് തന്നെയാണ് അതിനെ സോർട്ട് ചെയ്യുന്നത്. വേറെ അറേയിലോട്ടൊന്നും കോപ്പി ചെയ്യുന്നില്ല. ആ അറേയിൽ വെച്ച് തന്നെയാണ് ആ നമ്പേഴ്സിനെ സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ 50 സൈസോടെ അറേ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ I എന്നും J എന്നും പറഞ്ഞ രണ്ട് വേരിയബിൾസിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഉപയോഗിക്കാനുള്ള 2 നമ്പേഴ്സാണ്. ഇതൊക്കെ ഇൻഡെക്സ് പൊസിഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഐയും ജെയും. പിന്നെ ടെമ്പ് എന്ന് പറയുന്നത്, ഈ ടെമ്പ് എന്ന് പറയുന്ന വേരിയബിൾ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു. 2 നമ്പേഴ്സിനെ ഇങ്ങനെ അസെൻഡിങ് ഓർഡറിലല്ല, ആദ്യത്തെ നമ്പർ ചെറുതും രണ്ടാമത്തെ നമ്പർ വലുതുമാണ് വരേണ്ടത്. അങ്ങനെ വരുന്നില്ല എങ്കിൽ നമ്പേഴ്സിനെ ഇൻ്റർചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു അറയിലുള്ള വാല്യൂവിനെ, ഒരു അറേ എലമെൻറ്റിലുള്ള വാല്യൂവിനെ ടെമ്പററി ആയിട്ട് നമുക്കൊന്ന് സ്റ്റോർ ചെയ്യണം. അങ്ങനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ആ സ്റ്റെപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനു വേണ്ടിയാണ് ഈ ടെമ്പ് എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. N എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്, ഈ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള വേരിയബിളാണ് ഈ N എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു.
അതിനുശേഷം എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. ആ സമയത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂവിനെ n എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് അടുത്തത് ആ നമ്പർ തന്നെ ഈ n എന്ന് പറയുന്ന അതും കൂടെ ചേർത്ത് തന്നെ എൻ്റർ n നമ്പേഴ്സ് എന്നുള്ള അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. ആ സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഓരോ വാല്യൂവും എ എന്ന് പറയുന്ന അറയിൽ ഐ എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ആ ഐ 0 മുതൽ n എന്ന് പറയുന്ന വാല്യൂ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ആ ഫോർ ലൂപ്പ് തന്നെ അതുപയോഗിച്ചാണ് എ എന്ന് പറയുന്ന അറയിലോട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസിനെ സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നത്. സ്ഥിരം ഉപയോഗിക്കുന്ന കമാൻഡ് തന്നെയാണ് ഇത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിനായിട്ടുള്ള പോർഷൻ വരുന്നത്. ഈ മെയിനായിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞത് ഇത്രയാണ് ആ സോർട്ടിങ്ങിൽ വരുന്ന മെയിനായിട്ടുള്ള പോർഷൻ. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സ്റ്റെപ്പ് എന്തെന്ന് പറഞ്ഞാൽ ഈ സോർട്ട് ചെയ്ത അറേ ഡിസ്പ്ലേ ചെയ്യുന്ന സ്റ്റെപ്പാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സോർട്ടഡ് അറേ ഇൻ അസെൻഡിങ് ഓർഡർ ഫോളോസ് എന്നുള്ളത് സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നു. എന്നിട്ട് ഈ അറയിൽ സ്റ്റോർ ചെയ്യുന്ന AI എന്ന് പറയുന്ന അറയിലോട്ടാണല്ലോ നമ്മൾ സ്റ്റോർ ചെയ്തത്. എ എന്ന് പറയുന്ന അറയിലോട്ടാണ്, ഇൻറ്റീജർ അറയിലോട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്തത്. അപ്പോൾ ആ അറയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂവിനെ 1 by 1 ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഐ എന്ന ഇത് ഉപയോഗിച്ചാണ് ഇൻഡെക്സ് പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് സി ഔട്ട് AI എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ \t കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ \t എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഡിസ്പ്ലേ ചെയ്തിട്ട് അടുത്ത ഒരു \t അത്രയും സ്പേസ് ഒരു ഹൊറിസോണ്ടൽ ടാബിൻ്റെ ആ സ്പേസും കൂടെ വിട്ടിട്ടായിരിക്കും അടുത്ത വീണ്ടും ആ ഫോർ ലൂപ്പിൻ്റെ അത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് അടുത്ത വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത്. അങ്ങനെ ഐ എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷൻ ഉപയോഗിച്ച് ഈ എ എന്ന് പറയുന്ന ഇൻഡിജർ അറേ സ്റ്റോർ ചെയ്യുന്ന എല്ലാ വാല്യൂസിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ അതിനുള്ള സ്റ്റേറ്റ്മെൻറ്റാണിത്. അപ്പോൾ ഇതിവിടെ ഈ ത്രീ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും എ എന്ന് പറയുന്ന ഇൻഡിജർ അറേയിലുള്ള വാല്യൂസിനെല്ലാം സോർട്ട് ചെയ്ത് കഴിയും. ആ സോർട്ട് ചെയ്യുന്ന അറേ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇത് രണ്ടെണ്ണം. ഇതും നിങ്ങൾ മുമ്പ് പഠിച്ച ആ പ്രോഗ്രാമിലുള്ളത് തന്നെയാണ് ഈ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. അതുപയോഗിച്ചാണ് ഈ വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോർട്ടിങ്ങിനുള്ള സ്റ്റെപ്സാണ് ഈ കാണിച്ചിരുന്നത്. ഇത്രയും സ്റ്റെപ്സാണ് ആക്ച്വലി നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഈ പ്രോഗ്രാമിൽ പഠിക്കാനുള്ളത്. അതായത് ഈ 6 ലൈന് അത്രയും മാത്രമേ നിങ്ങൾ ആക്ച്വലി ഇതിലായിട്ട് പഠിക്കാനുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ആദ്യം 2 ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തെ ഫോർ ലൂപ്പിൽ ഏത് റൗണ്ടാണ് എന്ന് സെലക്ട് ചെയ്യാനുള്ള ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം 6 എലമെൻറ്റ്സ് ഉള്ള, ഞാൻ എക്സാമ്പിൾ കാണിച്ചത് 6 എലമെൻറ്റ്സ് ഉള്ള അറേയാണ്. ആ 6 എലമെൻറ്റ്സ് ഉള്ള അറേയെ സോർട്ട് ചെയ്യാനായിട്ട് 5 റൗണ്ട് വേണ്ടി വന്നു. അതായത് ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 6 എലമെൻറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് 0 to 5 ആയിരിക്കണം. 0 to 5 വരെ ഈ റൗണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ i<n എന്ന ഒരു ഇത് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഉണ്ട് അത് -1 അതിനേക്കാളും കുറഞ്ഞിരിക്കണം. ഐയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന 0-യിലാണ്. ഫോളോ ഉപയോഗിച്ച് i = 0, i<n i++ എന്ന് നമ്മൾ സാധാരണ സ്ഥിരം യൂസ് ചെയ്യുന്ന ആ ഫോർ ലൂപ്പ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് j എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചിട്ടുള്ള വേരിയബിൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫോർ ലൂപ്പും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ ഈ j എന്ന് പറയുന്ന ആ വേരിയബിൾ ഉപയോഗിച്ചാണ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഓരോ പെയർ ആയിട്ടെടുത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടേം എടുക്കണം. j എന്ന ടേമും j+1 എന്ന ടേമും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ആ പ്രോസസ്സ് വരാൻ വേണ്ടിയാണ് ഈ j എന്ന് പറഞ്ഞ വേരിയബിൾ ഉപയോഗിച്ച് നമ്മൾ ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഈ അറയിൽ എ എന്ന് പറയുന്ന അറയിൽ സ്റ്റോർ ചെയ്യുന്ന ഓരോ എലമെൻ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആകെ വ്യത്യാസം വരുന്നത് j = 0 തന്നെയാണ്. ഇവിടെ j<n - 1 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അവസാനത്തെ എത്തുക എന്ന് പറഞ്ഞാൽ ഈ j ഒരിക്കലും ഈ വാല്യൂ എത്താൻ പാടില്ല. ഈ ഇൻഡെക്സ് പൊസിഷനുള്ള വാല്യൂ ഒരിക്കലും j എത്താൻ പാടില്ല. കാരണം j എത്തിയാൽ jയും j+1 എന്ന് പറയുന്ന ടേമും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും j എന്ന് പറയുന്ന ടേം ഈ ഇൻഡെക്സ് പൊസിഷനിൽ വാല്യൂ എത്താൻ പാടില്ല. കാരണം ഈ വാല്യൂ എത്തിക്കഴിഞ്ഞാൽ ഈ jയും j+1 എന്നും പറഞ്ഞ് പിന്നെ ചെക്ക് ചെയ്യാൻ പെയർ എടുക്കാനായിട്ട് വേറെ നമ്പർ ഇല്ല. അതുകൊണ്ട് എപ്പോഴും jയുടെ വാല്യൂ -1 ഒരു നമ്പർ കുറഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇവിടെ ഈ ഫോളോ ഉപയോഗിച്ചപ്പോൾ j<n - 1 എന്നിവിടെ കൊടുത്തത്. പിന്നെ j ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ് ഫോർ ലൂപ്പിൻ്റെ അകത്ത്. ഇനി അതിൻ്റെ അകത്താണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ഈ കമ്പാരിസൺ ഈ പെയർ എടുത്ത് കമ്പയർ ചെയ്യുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഇവിടെ കമ്പയർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ jയും j+1 ഈ 2 പൊസിഷനും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ഇതിൽ ഏതാണ് വലുത് എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇത് ആദ്യത്തെ വാല്യൂ ആദ്യത്തെ ഈ ഒരു പെയർ എടുക്കുമ്പോൾ ഇതെന്ന് പറയുന്നത് aj എന്ന് പറയുന്നത് ആദ്യത്തെ നമ്പരും j+1 എന്നുള്ള രണ്ടാമത്തെ നമ്പരും ആകും.
അപ്പോൾ ഈ നമ്മുടെ ലോജിക്ക് പ്രകാരം അസെൻഡിങ് ഓർഡറിലാണ് എങ്കിൽ ആദ്യത്തെ നമ്പർ ചെറുതും രണ്ടാമത്തെ നമ്പർ വലുതുമായിരിക്കണം. അങ്ങനെ ആദ്യത്തെ നമ്പർ ചെറുതും രണ്ടാമത്തെ നമ്പർ വലുതുമാണ് എങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പറിനെക്കാളും വലുതാണ് എങ്കിലാണ്. ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിനെക്കാളും വലുതാണ് എങ്കിൽ, അതായത് അസെൻഡിങ് ഓർഡർ അല്ല ആ അവസ്ഥ, ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിനെക്കാളും വലുതാണ് എങ്കിൽ അതിനെ ഇൻ്റർചേഞ്ച് ചെയ്യണം. ആ ഇൻ്റർചേഞ്ച് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എപ്പോഴാണോ ഇതിങ്ങനെ കമ്പയർ ചെയ്യുമ്പം ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിനെക്കാളും വലുതാവുന്നത് ആ സമയത്താണ് നമ്മൾ വാല്യൂസ് ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയത്ത് ഈ കണ്ടീഷൻ ട്രൂ ആവുകയും ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ആ വാല്യൂസിനെ, 2 പൊസിഷനിലുള്ള വാല്യൂസിനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. ആ ഇൻ്റർചേഞ്ച് ചെയ്യുന്ന സംഭവം വളരെ സിമ്പിളാണ്. ആദ്യം AJ, അതായത് ആദ്യത്തെ ഇൻ്റർ പൊസിഷനിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതിനെ ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിളോട് ടെമ്പറായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നു. എന്നിട്ട് അടുത്ത രണ്ടാമത്തെ നമ്പറിലുള്ള വാല്യൂ എന്താണോ അത് ആദ്യത്തെ ഇൻ്റർ പൊസിഷനിലോട് സ്റ്റോർ ചെയ്യുന്നു. അതാണ് AJ = AJ+1 എന്നുള്ളത്. അതായത് AJ+1 ആ രണ്ടാമത്തെ നമ്പർ, അതിന് AJ+1 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ, ആ രണ്ടാമത്തെ പൊസിഷനിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അത് AJയിലോട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഈ നേരത്തെ നമ്മൾ നമ്മൾ ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളോട് സ്റ്റോർ ചെയ്തിരുന്നു. ആ ടെമ്പ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന ആ വാല്യൂവിനെ AJ+1 എന്ന വാല്യൂവിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ആ വാല്യൂസ് ഇൻ്റർചേഞ്ച് ആവും. ഇവിടെ ഇപ്പോൾ നോക്കുക, AJ എന്നുള്ളത് 5ഉം AJ+1 എന്ന പൊസിഷനിൽ വരുന്ന നമ്പറിൻ്റെ വാല്യൂ 1ഉമാണ്. നമ്മൾ ആദ്യം ഈ ടെമ്പ് = AJ എന്നുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ഈ AJ എന്ന് പറഞ്ഞാൽ 5 ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം ടെമ്പ് എന്ന് പറയുന്ന വാല്യൂവിൽ 5 എന്ന വാല്യൂ ആയിരിക്കും സ്റ്റോർ ആവുന്നത്. കാരണം AJ എന്ന് പറഞ്ഞാൽ 5 ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 5 എന്ന് പറയുന്ന വാല്യൂ ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. എന്നിട്ട് അടുത്തത് ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, AJ = AJ+1 എന്നുള്ളത്. അപ്പോൾ AJ = AJ+1 എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ AJ+1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ആ 1 എന്ന് പറയുന്ന വാല്യൂ AJ എന്ന് പറയുന്ന പൊസിഷനിലോട്ട് സ്റ്റോർ ആവുന്നു. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും AJ എന്ന് പറഞ്ഞാൽ 1 എന്ന വാല്യൂ ആയി മാറുന്നു. ഇനി അടുത്തത് ഈ മൂന്നാം സ്റ്റേറ്റ്മെൻറ്റ് AJ+1 = ടെമ്പ്, അതായത് ടെമ്പ് എന്ന് പറഞ്ഞാൽ 5 എന്ന വാല്യൂ നമ്മൾ ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അതിനെ AJ+1 സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പം AJ+1 എന്ന് പറഞ്ഞാൽ 5 എന്ന വാല്യൂ ആയിട്ട് മാറുന്നു. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും AJ എന്ന് പറഞ്ഞാൽ 1ഉം AJ+1 എന്ന് പറഞ്ഞാൽ 5 എന്ന വാല്യൂ ആയിട്ട് മാറും. നമ്മൾ ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ AJ = 5ഉം AJ+1 എന്ന് പറഞ്ഞാൽ 1ഉം ആയിരുന്നു. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും AJ എന്ന് പറയുന്ന ആ പൊസിഷനിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 1ഉം AJ+1 എന്ന് പറയുന്ന പൊസിഷനിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 5ഉമായി. അതായത് ഇൻ്റർചേഞ്ച് ആയി എന്നാണ് അർത്ഥം. അങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഇൻ്റർചേഞ്ച് ആവുന്നു. അങ്ങനെ ഇൻ്റർചേഞ്ച് ആവുന്ന അതിനുശേഷം Jയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് ആ റൗണ്ടിലുള്ള എല്ലാ പെയറും അങ്ങനെ എൻഡ് വരെ ഉള്ള പെയർ തമ്മിൽ കമ്പയർ ചെയ്ത് ആദ്യത്തെ നമ്പർ ചെറുതും രണ്ടാമത്തെ നമ്പർ വലുതാണോ എന്ന് ചെക്ക് ചെയ്ത് ഇൻ്റർചേഞ്ച് ചെയ്ത് കംപ്ലീറ്റ് ആവും. അങ്ങനെ ഒരു റൗണ്ട് കഴിയുമ്പോഴേക്കും വീണ്ടും ഈ Jയുടെ വാല്യൂ ബ്രേക്ക് ചെയ്യുമ്പോഴേക്കും J <n-1 ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആകുമ്പോൾ ഈ ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും Iയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് വീണ്ടും ഒന്നാമത് സ്റ്റാർട്ട് ചെയ്യും. അതായത് സെക്കൻഡ് റൗണ്ടിലോട്ട് പോയി ഒന്നാമത് സ്റ്റാർട്ട് ചെയ്യും. അതായത് വീണ്ടും Jയുടെ വാല്യൂ 0 വന്ന് ആ കമ്പാരിസൺ, ഈ ലെഫ്റ്റ് എൻഡ് മുതലുള്ള കമ്പാരിസൺ പിന്നെയും തുടങ്ങും. അങ്ങനെ ആയി അവസാനം ഈ I<n ആ ഒരു കണ്ടീഷൻ ഫാൾസ് ആകുമ്പോഴേക്കും ഈ ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ആവുന്നു. എന്നിട്ട് ആ രൂപത്തിൽ അപ്പോഴത്തേക്കും ആ അറയിലുള്ള എലമെൻറ്റ്സ് എല്ലാം സോർട്ടഡ് ആയി കാണും. എന്നിട്ട് അതിന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ആ വാല്യൂസ് എല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ ഇതാണ് ബബിൾ സോർട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ആക്ച്വലി നിങ്ങൾക്ക് വളരെ നീളമുള്ള വലിയ ഒരു പ്രോഗ്രാമായിട്ട് തോന്നും എങ്കിലും നമുക്ക് ആക്ച്വലി പഠിക്കാനുള്ളത് ഈ 6 ലൈൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രമേ നമുക്ക് പുതിയതായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അതും സത്യം പറഞ്ഞാൽ വളരെ ഈസി തന്നെയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിക്കാൻ വലിയ പാടില്ല. ഇത് വളരെ ഈസി ആയിട്ടുള്ള 6 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബബിൾ സോർട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് എക്സാമിന് 10 മാർക്സിനുള്ള ചോദ്യമായിരിക്കും. ചിലപ്പം എത്ര നമ്പേഴ്സാണ് ഇതിൽ സ്റ്റോർ ചെയ്യേണ്ടതെന്ന് ക്വസ്റ്റ്യൻ തന്നിരിക്കും. ചിലപ്പോൾ 10 നമ്പേഴ്സിനാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 10 സ്റ്റുഡൻസിൻ്റെ മാർക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ കുറച്ച് 10 ആൾക്കാരുടെ ഹൈറ്റ് ആയിരിക്കും നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. എന്നിട്ട് അതിന് അസെൻഡിങ് ഓർഡറിൽ ഔട്ട്പുട്ട് തരിക എന്നൊക്കെ ആയിരിക്കും ചിലപ്പം ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് ചെറിയ ചേഞ്ചസ് മാത്രം വരുത്തിയാൽ മതി ഈ പ്രോഗ്രാമിലോട്ട്. അതിനനുസരിച്ചുള്ള ചെറിയ ചേഞ്ചസ് മാത്രം വരുത്തിയാൽ മതി. ഈ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതും
എന്നുള്ള എന്തൊക്കെ സെൻറ്റൻസാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് ആ കാര്യങ്ങൾ മാത്രം മാറ്റം വരുത്തിയാൽ മതി. ഈ കോറായിട്ടുള്ള ഈ സോർട്ടിങ്ങിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിന് സത്യം പറഞ്ഞാൽ ഒരു മാറ്റവും വരുത്തേണ്ട. ഇത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത് ഡിസ്പ്ലേ ചെയ്യുന്ന മാത്രമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ മാത്രമേ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുള്ളൂ. എക്സാമിന് ചിലപ്പം ഹൈറ്റ് ഒരു 10 പേരുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്, അതിനെ അസെൻഡിങ് ഓർഡറിലാക്കുക എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ മാർക്ക് 10 സ്റ്റുഡൻസിൻ്റെ മാർക്ക് തന്നിട്ടുണ്ട്, അതിനെ അസെൻഡിങ് ഓർഡറിലാക്കുക എന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ ആ സമയത്ത് ഈ സെൻറ്റൻസുകളിൽ മാത്രം ചേഞ്ചസ് വരുത്തിയാൽ മതി. ഇവിടെ മാർക്കാണെങ്കിൽ എൻ്റർ 8 സ്റ്റുഡൻസിൻ്റെ മാർക്ക് എന്നൊക്കെയാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ആ മാറ്റങ്ങൾ മാത്രമേ വരുത്താനുള്ളൂ. അപ്പം ഞാൻ ഈ കാണിച്ചിരുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതേസമയം ഡിസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരേ ഒരു മാറ്റം മാത്രം വരുത്തിയാൽ മതി. ഈ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് അകത്ത് ഈ സിമ്പിൾ ഇത് ഗ്രേറ്റർ ദാൻ സിമ്പിളാണ്, അതിന് പകരം ലെസ് ദാൻ സിമ്പിൾ ഇട്ട് കൊടുത്താൽ മതി. ലെസ് ദാൻ സിമ്പിൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും സോർട്ട് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം മാത്രമേ വരുത്താനുള്ളൂ. ഈ ഗ്രേറ്റർ ദാൻ എന്നതിന് പകരം ലെസ് ദാൻ എന്ന നമ്പർ ഈ ഒരു സിമ്പിളാണ് കൊടുക്കുന്നതെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ച് മാത്രമേ ഇവിടെ വരുത്താനായിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ബബിൾ സോർട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. സോർട്ടിംഗ് മെത്തേഡിൽ ആദ്യത്തെ മെത്തേഡായ ബബിൾ സോർട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. അടുത്ത മെത്തേഡ് സെലക്ഷൻ സോർട്ട്. അത് ഇതിനേക്കാളും കുറച്ചും കൂടെ ടഫാണ്, എസ്പെഷ്യലി പ്രോഗ്രാം. ലോജിക്ക് പറയാൻ ഈസിയാണ് എങ്കിലും പ്രോഗ്രാം കുറച്ചും കൂടെ ടഫാണ്. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ആ മെത്തേഡ് സെലക്ഷൻ സോർട്ട് മെത്തേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.